നമസ്കാരം, ഞാൻ ജിനേഷ്. വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ടുപേരും ജനിച്ചത് രാജകുടുംബത്തിലാണ്. രണ്ടുപേരുടെയും ജനനസമയത്ത് ചില പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. രക്തമഴ പെയ്യുന്നു, കുറുനരികളും ചെന്നായ്ക്കളുമൊക്കെ അതിശക്തമായി ഓരിയിടുന്നു, കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു. ഈ ലക്ഷണങ്ങൾ കണ്ട, ഇതൊക്കെ ദുർനിമിത്തങ്ങളാണല്ലോ, ഈ ലക്ഷണങ്ങൾ കണ്ട പുരോഹിതന്മാരും ജ്യോതിഷികളുമൊക്കെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ കുലത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന്. ഇത് കേട്ട ഒരു പിതാവും മാതാവും, അതായത് ഒരു രാജാവും രാജ്ഞിയും ഒരു കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. മറ്റേ രാജാവും രാജ്ഞിയുമാകട്ടെ എന്തു വന്നാലും തങ്ങളുടെ കുഞ്ഞിനെ തങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് രാജാവായി മാറുന്നു. നമ്മൾ ഈ പറഞ്ഞ രണ്ടുപേർ, ഒന്ന് ഏകലവ്യനും ഒന്ന് ദുര്യോധനുമാണ്. ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണ് ഏകലവ്യൻ. നമ്മൾ ഇന്ന് പറയുന്നത് ആ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയുടെ, അല്ലെങ്കിൽ ആ അവഗണിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ ചതിക്കപ്പെട്ട കുട്ടിയുടെ കഥയല്ല, ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മഹാഭാരതത്തിൽ കർണൻ, ഘടോൽക്കചൻ, അഭിമന്യു എന്നിങ്ങനെ ദുരന്ത നായകന്മാർ ഒരുപാടുണ്ടെങ്കിലും ഏകലവ്യന്റെ കാര്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കും. എന്തുകൊണ്ടാണെന്ന് മഹാഭാരത കഥകളെയും ഉപകഥകളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരൻ ദേവസ്രവനും കംസവതിക്കും ജനിച്ച പുത്രനാണ് ഏകലവ്യൻ. എന്നിട്ടും ഏകലവ്യന് ഒരു നിഷാദനായി, അല്ലെങ്കിൽ ഒരു കാട്ടാളനായി ജീവിക്കേണ്ടി വന്നു എന്നുള്ളിടത്ത് ഏകലവ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ഒന്നാം ഘട്ടമാണ് തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് ഏകലവ്യന് നേരിടേണ്ടി വരുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടിക്കാലത്ത് തന്നെ സ്വയം വിദ്യാഭ്യസിക്കാനുള്ള ശ്രമങ്ങൾ ആ ബാലൻ നടത്തിയിരുന്നു. ആ ബാലന്റെ സ്വയം വിദ്യാഭ്യസിക്കാനുള്ള ആ കഴിവ് കണ്ട കുലഗുരുവാണ് ശരിക്കും അവനെ ഏകലവ്യൻ എന്ന് വിളിച്ചത്. കുലഗുരു നേരെ പിതാവായ, അതായത് വളർത്തു പിതാവായ നിഷാദ രാജാവ് ഹിരണ്യതനുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ ബാലന് വലിയൊരു യോദ്ധാവായി മാറാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് ഈ ബാലനെ നേരെ ഹസ്തിനപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദ്രോണാചാര്യരുടെ ശിഷ്യനാക്കി മാറ്റണമെന്ന് കുലഗുരു ഉപദേശിച്ചു. അങ്ങനെ ഹിരണ്യതനു നേരെ ദ്രോണാചാര്യരുടെ അടുത്തെത്തിയെങ്കിലും ദ്രോണാചാര്യൻ നിഷ്കരണം നിരസിച്ചു. താൻ ഹസ്തിനപുരത്തെ രാജകുമാരന്മാരെ മാത്രമേ പരിശീലിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദ്രോണാചാര്യർ ഏകലവ്യന് തിരിച്ചയച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ. അത് ഏകലവ്യൻ നേരിടേണ്ടി വന്ന രണ്ടാമത്തെ അവഗണനയാണ്. ഏകലവ്യൻ തീർത്തും നിരാശനായില്ല. ദ്രോണാചാര്യരുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ച് സ്വയം വിദ്യാഭ്യസിച്ച് ഏകലവ്യൻ ഒരു വലിയ യോദ്ധാവായി മാറി. ചുരുക്കത്തിൽ കർണനേക്കാളും അർജുനേക്കാളും ഒക്കെ മികച്ചൊരു യോദ്ധാവായി തന്നെ മാറി. എന്നാൽ പിൽക്കാലത്ത് ഏകലവ്യന്റെ കഴിവുകൾ കാണാനിടയായ ദ്രോണാചാര്യർ അർജുനേക്കാൾ മികച്ചൊരു ശിഷ്യൻ തനിക്ക് വേണ്ട എന്നുള്ള സ്വാർത്ഥ ചിന്തയാൽ ഏകലവ്യന്റെ കഴിവുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഏകലവ്യനിൽ നിന്നും ഗുരുദക്ഷിണയായി പെരുവിരൽ സ്വീകരിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ. അത് ഏകലവ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചതിയായിരുന്നു. ജീവിതത്തിന് ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ ചതി. ദ്രോണാചാര്യർ ഏകലവ്യനോട് ചെയ്ത ചതിക്ക് പല രീതിയിലാണ്, പല ഇന്റർപ്രിട്ടേഷൻസ് ആണ് പല ബുക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിടത്ത് അർജുനേക്കാൾ മികച്ചവനാവാതിരിക്കാൻ വേണ്ടി ഏകലവ്യനിൽ നിന്നും ദക്ഷിണയായി പെരുവിരൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, മറ്റു ചിലയിടങ്ങളിൽ ശ്രീകൃഷ്ണനാണ് ഇതിന് പിന്നിൽ നിന്നാണ് പറയുന്നത്. ഒരു വില്ലാളിയെ സംബന്ധിച്ച്, അതായത് അസ്ത്രവിദ്യ പ്രയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തൻ്റെ പെരുവിരൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ഈ ഒരു തിരിച്ചടിയെ പോലും ഏകലവ്യൻ മറികടന്നു എന്നുള്ളതാണ് സത്യം. അതികഠിനമായ പ്രയത്നത്താൽ മറ്റ് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമ്പെയ്യാൻ ശീലിക്കുകയും അങ്ങനെ പഴയതുപോലെ ഇല്ലെങ്കിലും ഒരു മികച്ച യോദ്ധാവായി തന്നെ മാറുകയും ചെയ്തു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്വന്തം പിതാവിന്റെ മരണശേഷം ഏകലവ്യൻ നിഷാദ രാജവംശത്തിന്റെ രാജാവായി മാറുന്നു. നിഷാദ രാജവംശം എന്ന് പറയുന്നത് മഗധ സാമ്രാജ്യത്തിന്റെ, അതായത് ജരാസന്ധന്റെ മഗധ സാമ്രാജ്യത്തിന്റെ അംഗരാജ്യമാണ്. അതുകൊണ്ട് തന്നെ മഗധ സാമ്രാജ്യം എടുക്കുന്ന തീരുമാനത്തിൽ, അല്ലെങ്കിൽ ജരാസന്ധന്റെ എല്ലാ തീരുമാനങ്ങൾക്കും കൂടെ നിൽക്കണം എന്നുള്ളത് നിഷാദ വംശത്തിന്റെ അലിഖിത നിയമമാണ്. നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയെ പോലെയൊക്കെ തന്നെ. തന്റെ പുത്രിമാരുടെ ഭർത്താവായ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചതറിഞ്ഞ് ജരാസന്ധന് ശ്രീകൃഷ്ണനോട് പക തോന്നുകയും അങ്ങനെ ജരാസന്ധൻ 17 പ്രാവശ്യം ദ്വാരക ആക്രമിക്കുകയും ചെയ്തു. ഈ സന്ദർഭങ്ങളിലെല്ലാം ജരാസന്ധന്റെ സൈന്യാധിപനായി കൂടെ ഉണ്ടായിരുന്നത് ഏകലവ്യനായിരുന്നു. ജരാസന്ധന്റെ പ്രവൃത്തികളോടെല്ലാം കടുത്ത വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും ഏകലവ്യൻ തീർത്തും നിസ്സഹായനായിരുന്നു. കാരണം നിഷാദ വംശത്തിൽപ്പെട്ട രാജാവ് എന്നുള്ള നിലയിൽ ജരാസന്ധനെ സഹായിക്കേണ്ടത് ഏകലവ്യന്റെ കടമയായിരുന്നു. മേൽപ്പറഞ്ഞ സംഭവങ്ങളിലെല്ലാം ഏകലവ്യനെ ശ്രീകൃഷ്ണൻ കൊല്ലാതെ വിടുകയാണ്. കാരണം ഏകലവ്യന്റെ അവസ്ഥ ശ്രീകൃഷ്ണന് പൂർണ്ണമായും മനസ്സിലായിരുന്നു. എന്നാൽ പിന്നീട് ഏകലവ്യനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്
പൗണ്ഡ്രക വാസുദേവനോടൊപ്പം ചേർന്ന് ദ്വാരക ആക്രമിക്കേണ്ടി വന്നതാണ്. പൗണ്ഡ്രക വാസുദേവനെ കുറിച്ച് കേട്ട് കാണുമല്ലോ, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കള്ളകൃഷ്ണൻ, അതായത് താനാണ് യഥാർത്ഥ ശ്രീകൃഷ്ണൻ എന്നും ദ്വാരകയിലുള്ള ശ്രീകൃഷ്ണൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളാണല്ലോ പൗണ്ഡ്രക വാസുദേവൻ. ആ പൗണ്ഡ്രക വാസുദേവനോട് സഖ്യം ചേർന്ന് നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൗണ്ഡ്രകൻ ജരാസന്ധന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്നതുകൊണ്ടാണ്. ഈ സന്ദർഭത്തിലൊക്കെ ഏകലവ്യന് ബലരാമനുമായി പോരടിക്കേണ്ടി വരുന്നു. എന്നാൽ ബലരാമൻ ഏകലവ്യനെ കൊല്ലാതെ വിടുകയാണ്. പിന്നീട് യുധിഷ്ഠിരന്റെ രാജസൂയ സമയത്ത് നിഷാദ രാജ്യത്തെത്തിയ സഹദേവൻ ഏകലവ്യനുമായി പോരടിക്കുകയും ഒടുവിൽ ഏകലവ്യനെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തൻ്റെ പെരുവിരലുണ്ടായിരുന്നെങ്കിൽ സഹദേവൻ ഒരിക്കലും ഏകലവ്യനെ തോൽപ്പിക്കാനാവില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീട് ഏകലവ്യന് ശിശുപാലനൊപ്പം ചേർന്ന് ശ്രീകൃഷ്ണനെ ആക്രമിക്കേണ്ടി വരുന്നു. രുക്മിണിയെ ശ്രീകൃഷ്ണൻ തട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിലായിരുന്നു അത്. ഈ ഒരു സന്ദർഭത്തിൽ പക്ഷേ ശ്രീകൃഷ്ണനെ അമ്പരപ്പിക്കുന്ന ഒരു പോരാട്ടമാണ് ഏകലവ്യൻ നടത്തിയത്. ഏകലവ്യൻ തൻ്റെ പൂർണ്ണമായ കഴിവുകളെടുത്ത് പുറത്തെടുത്ത് ആക്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഏകലവ്യൻ അസാമാന്യ യോദ്ധാവാണെന്നും ഏകലവ്യൻ ജീവിച്ചിരുന്നാൽ ഭാവിയിൽ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്തോട് ചേർന്ന് പോരാടുമെന്നും. അങ്ങനെ പാണ്ഡവപക്ഷത്തിന് ഭീഷണിയായി മാറുമായിരുന്ന ഏകലവ്യനെ ശ്രീകൃഷ്ണന് മറ്റ് വഴികളില്ലാതെ വധിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഏകലവ്യൻ തൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ, അതായത് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഏകലവ്യനെ തോൽപ്പിക്കാൻ മനുഷ്യർക്കോ അസുരന്മാർക്കോ രാക്ഷസർക്കോ കഴിയില്ലെന്നും അതിനാൽ താൻ തന്നെയാണ് ദ്രോണാചാര്യരെ കൊണ്ട് ഏകലവ്യനിൽ നിന്നും പെരുവിരൽ ദക്ഷിണയായി വാങ്ങിപ്പിച്ചത് എന്നുമായിരുന്നു അത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകലവ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അവഗണനയുടെയും ചതിയുടെയും നിസ്സഹായ അവസ്ഥയുടെയും ഒക്കെ ഒരാകെ തുകയാണെന്നാണ്. ഇനി പറയൂ, മഹാഭാരതം കണ്ട ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രം ഏകലവ്യൻ തന്നെയല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്